ആഗോള സൈനിക ശക്തിയുടെയും അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെയും ഏറ്റവും വലിയ പ്രതികാരമാണ് എയർഫോഴ്സ് വൺ എന്നത്. ഏത് തരം ആണവാക്രമണങ്ങളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആകാശത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പറക്കും കോട്ടയെന്നാണ് ഈ വിമാനം അറിയപ്പെടുന്നത്. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത തങ്ങളുടെ സൈനിക തന്ത്രങ്ങളിലൂടെയും കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് കരുത്തിലൂടെയും ഈ പറക്കും കോട്ടയെ പോലും വെറും ഒരു കളിപ്പാവയാക്കി മാറ്റാൻ ഇറാൻ എന്ന പശ്ചിമേഷ്യൻ കരുത്തർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരണമണി മുഴക്കുന്ന രീതിയിലാണ് ഇറാന്റെ നീക്കങ്ങൾ നടക്കുന്നത്. അതായത് ഇറാനിൽ നിന്നുള്ള അതിശക്തമായിട്ടുള്ള മിസൈൽ വധ ഭീഷണിയെ തുടർന്ന് സ്വന്തം ഔദ്യോഗിക വിമാനത്തിൽ കയറാൻ പോലും ഭയന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒളിച്ചോടുകയാണ്. ട്രംപിന് ഒരു സാധാരണ സൈനിക വിമാനത്തിൽ അതീവ രഹസ്യമായിട്ട് ഒളിച്ചോടേണ്ടി വന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അക്ഷരാർത്ഥത്തിൽ ആ രാജ്യത്തെ സുരക്ഷയെ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്വന്തം പ്രസിഡന്റിന് പോലും ഒരു സുരക്ഷയില്ലാത്ത രാജ്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ പുറത്തുവിട്ട ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ട്രംപും എന്ന് പറയുന്നത്. ഈ രണ്ട് നേതാക്കളും ഒളിച്ചോടുമ്പോൾ ഇറാൻ അവർക്ക് വേണ്ടി എത്ര ദൂരം ഓടാവോ അത്രയും ദൂരം ഓടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നത് നേരെ തിരിച്ച് ട്രംപിന്റെ കാര്യമാണ്. അതായത് വധഭീഷണിയെ തുടർന്ന് ട്രംപ് തങ്ങളുടെ സൈനിക ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനങ്ങൾ മാറുകയാണ്. അത്യാധുനിക വിമാനങ്ങളിൽ മാറി ഓടി ഒളിച്ച് ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ ട്രംപിനറിയാം ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ വരാം, താൻ കൊല്ലപ്പെടും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാതെ ഒരു നിഗൂഢമായിട്ടുള്ള യാത്രകളാണ് ട്രംപ് ചെയ്യുന്നത്. സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും എത്തിച്ചേരാൻ കഴിയാത്ത ട്രംപിനെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം സുരക്ഷ ഉണ്ടായിട്ടും ട്രംപ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? കേവലം ഈ ഒരു സംഭവം സുരക്ഷാ മുൻകരുതൽ മാത്രമല്ല, മറിച്ച് ഇറാന്റെ സൈനിക ഇന്റലിജൻസ് വലയങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന ഒന്നാണ്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയുടെ മണ്ണിൽ വെച്ച് ട്രംപിന്റെ നീക്കങ്ങളെ ഇറാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ സീക്രട്ട് സർവീസിന് തങ്ങളുടെ പ്ലാനുകൾ അടിയന്തരമായിട്ട് മാറ്റേണ്ടി വന്നത്. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗണിനെ പോലും ഭയത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് തങ്ങളുടെ ശത്രു പട്ടികയിൽ ഒന്നാമതുള്ള ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഒരുക്കിയ തന്ത്രങ്ങൾ വാഷിംഗ്ടണിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കിയെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതിനെ പറ്റിയുള്ള വാർത്തകൾ ഇട്ടിരിക്കുന്നത്. സ്വന്തം സൈന്യത്തിലും സുരക്ഷാ സംവിധാനങ്ങളിലും അമിതമായിട്ട് വിശ്വസിച്ചിരുന്ന വൈറ്റ് ഹൗസിന് ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയെ ഭയന്ന് ലോകത്തെയും മാധ്യമങ്ങളെയും ഒരേപോലെ പറ്റിച്ചുകൊണ്ട് ഡെക്കോയ് ഓപ്പറേഷൻ, അതായത് വ്യാജ നാടകം കളിക്കേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് വണ്ണിൽ സുരക്ഷിതനായിട്ട് യാത്ര ചെയ്യുകയാണെന്ന് വൈറ്റ് ഹൗസ് ലോകത്തെ ധരിപ്പിച്ച അതേ സമയത്ത് ട്രംപ് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് മറ്റൊരു രഹസ്യ വിമാനത്തിൽ ഒളിച്ചു സഞ്ചരിക്കുകയായിരുന്നു. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ആങ്കറയിലേക്ക് പോകുമ്പോൾ ഖത്തർ ഭരണകൂടം സമ്മാനിച്ച കോടികൾ മുടക്കി നവീകരിച്ച പുത്തൻ അത്യാധുനിക ജെറ്റാണ് ട്രംപ് ഉപയോഗിച്ചത്. എന്നാൽ ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ ഈ പുത്തൻ വിമാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമായിരുന്നില്ല എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വൈകാതെ തിരിച്ചറിഞ്ഞു. ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങാൻ നേരമാണ് ഇറാൻ അതിർത്തിയോട് ചേർന്നുള്ള വ്യോമപാതയിൽ വെച്ച് ട്രംപിന്റെ വിമാനത്തിന് നേരെ അതീവ മാരകമായിട്ടുള്ള മിസൈൽ ആക്രമണ സാധ്യതയുണ്ട് എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് US സീക്രട്ട് സർവീസിന് ലഭിക്കുന്നത്. ഇതോടെ അമേരിക്കൻ കമാൻഡർ ആകെ പരിഭ്രാന്തരായി. ഇറാൻ തങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പായതോടെ ട്രംപ് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലേക്ക് കയറുന്നതായിട്ട് ആങ്കറയിലെ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് അമേരിക്ക മനഃപൂർവ്വം ഒരു നാടകം സൃഷ്ടിച്ചു. ലോകത്തെയും ശത്രുക്കളെയും പറ്റിക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സ്വന്തം ചോര അല്ലെങ്കിൽ ഞങ്ങൾ രക്തസാക്ഷികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് ഏത് നിമിഷവും ഞങ്ങൾ മരണപ്പെടാം അല്ലെങ്കിൽ കൊല്ലപ്പെടാം എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടിയിട്ട് അയച്ചുള്ള
അയത്തുള്ള അലി ഖംനെ എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് അവിടെ കൊല്ലപ്പെടുന്നത്. അല്ലാതെ അമേരിക്ക അങ്ങോട്ട് പോയി കൊലപ്പെടുത്തി എന്നതല്ല. അതെ, ശരിയാണ്, അമേരിക്കയുടെ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അമേരിക്കയുടെ ചതിയും അമേരിക്ക നടത്താൻ പോകുന്ന ആക്രമണങ്ങളിൽ അദ്ദേഹം കൊല്ലപ്പെടും എന്നുള്ളത്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടത് തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും തന്റെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുമാണ്. രക്തസാക്ഷികളാകുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നീക്കം തന്നെയാണ്. അതായത് മരണത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് എപ്പോഴും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ നേരെ തിരിച്ച് അമേരിക്കയിലേക്ക് നോക്കിക്കേ, അമേരിക്കയ്ക്ക് ഈ മരണം എന്ന് പറയുന്നത് വല്ലാത്ത ഭയമാണ്. ഇപ്പോൾ ട്രംപിന്റെ മാനസിക നില തന്നെ തെറ്റിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഓരോ അടി വെക്കുമ്പോഴും തിരിഞ്ഞു നോക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിലാണെങ്കിലോ ഉണ്ണാൻ നേരവും ഉറങ്ങാൻ നേരവും എല്ലാം ഇറാന്റെ മരണ വാറണ്ടാണ് ഉള്ളിൽ മുഴങ്ങി കേൾക്കുന്നത്. കാരണം അവർ പറഞ്ഞിട്ടുള്ള ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. എന്തായാലും വിമാനത്തിനുള്ളിൽ പ്രവേശിച്ച തൊട്ടടുത്ത മിനിറ്റുകളിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിന്റെ സഹായത്തോടെ ട്രംപിനെ വിമാനത്തിന് പുറത്തേക്ക് അതീവ രഹസ്യമായിട്ട് കടത്തുകയായിരുന്നു. തുടർന്ന് റൺവേയുടെ മറ്റൊരു ഭാഗത്ത് തയ്യാറാക്കി നിർത്തിയിരുന്ന ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു C-32A എന്ന് പറയുന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് ട്രംപിനെ മാറ്റുന്നു. ഇറാന്റെ ആക്രമണ പരിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക മാത്രമായിരുന്നു അപ്പോഴത്തെ ട്രംപിന്റെ ലക്ഷ്യം. ഇനി ട്രംപ് തങ്ങളോടൊപ്പം വിമാനത്തിലുണ്ട് എന്ന് കരുതിയ മാധ്യമ പ്രവർത്തകരോട് വിമാനത്തിന്റെ ജനലുകൾ പൂർണ്ണമായിട്ടും അടച്ചിടാൻ സീക്രട്ട് സർവീസ് കർശന നിർദ്ദേശം നൽകി. വിമാനത്തിനുള്ളിലെ യഥാർത്ഥ അവസ്ഥ പുറംലോകം അറിയാതിരിക്കാനുള്ള കടുത്ത ഭയം ഇതിന് പിന്നിലുണ്ടായിരുന്നു. പ്രസിഡന്റ് അതിൽ ഇല്ലായിരുന്നിട്ട് കൂടി എയർഫോഴ്സ് 1 വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ അവർക്ക് ഓഫാക്കി. പിന്നീട് സാധാരണയായിട്ട് റഡാറുകളിൽ പെടാതിരിക്കാൻ ചെയ്യുന്ന ഈ നീക്കത്തിലൂടെ ട്രംപ് ആ വിമാനത്തിൽ തന്നെ ഉണ്ട് എന്ന് ഇറാനെ വിശ്വസിപ്പിക്കാനുള്ള ഒരു നാടകം പോലെ കളിക്കുകയായിരുന്നു. ഇനി അതീവ രഹസ്യ ഓപ്പറേഷനെ കുറിച്ച് ട്രംപിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കോ എയർഫോഴ്സ് 1 ചില വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർക്ക് പോലുമോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഉള്ളിലെ കടുത്ത ഭയത്തെ വ്യക്തമാക്കുന്നത്. ട്രംപിനെ മാറ്റിയ ചെറിയ വിമാനം രാത്രിയോടെ ബ്രിട്ടനിലെ മിൽഡൻ ഹാൾ വ്യോമതാവളത്തിൽ അതീവ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ ട്രംപ് ഉണ്ടെന്ന് ലോകം കരുതിയ പഴയ എയർഫോഴ്സ് 1 വിമാനം അവിടെ എത്തിച്ചേർന്നു. ബ്രിട്ടനിൽ വിമാനം ഇറങ്ങിയ ശേഷം ട്രംപ് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിന്റെ ഗോവണി ഇറങ്ങി വരുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാധ്യമ പ്രവർത്തകരെ നോക്കി പീസ് സൈൻ കാണിച്ചുവെങ്കിലും അവരോട് സംസാരിക്കാൻ ട്രംപ് തയ്യാറാകാതിരുന്നത് തങ്ങൾ നടത്തിയ വലിയ ഒളിച്ചുകളി പുറത്താകാതിരിക്കാനായിരുന്നു. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വിമാനങ്ങളിലെ സാങ്കേതിക വ്യത്യാസങ്ങളാണ് വിമാനമാറ്റത്തിന് കാരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗൺ ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി ഖത്തർ നൽകിയ പുതിയ വിമാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഈ സീക്രട്ട് സർവീസ് പോലുള്ള അവിശ്വാസമാണ് ഇത് തുറന്നു കാട്ടുന്നത്. ഖത്തർ സമ്മാനിച്ച ഈ ഒരു വിമാനത്തിന്റെ സജ്ജീകരണങ്ങൾക്കായി മാത്രം ഏകദേശം 400 ദശലക്ഷം ഡോളറാണ്, അതായത് നമ്മുടെ കോടിക്കണക്കിന് രൂപ വരുന്ന രീതിയിലാണ് അമേരിക്കൻ നികുതി പണത്തിൽ നിന്ന് ചിലവാക്കിയത്. ഇറാനെതിരെ സെനറ്റിലെ ഡെമോക്രാറ്റുകൾ കടുത്ത വിമർശനവുമായിട്ട് രംഗത്തെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോകത്ത് എവിടെയുമുള്ള ചലനങ്ങൾ നിരീക്ഷിക്കാൻ ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ ഞെട്ടിച്ചുകൊണ്ടാണ് തുർക്കിയുടെ മണ്ണിൽ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞത്. ഇനി വെറും ഒരു നിരീക്ഷണത്തിനപ്പുറം ട്രംപിന്റെ യാത്ര വ്യോമപാതയെ ലക്ഷ്യമിട്ട് ഇറാൻ തങ്ങളുടെ മാരകമായിട്ടുള്ള മിസൈൽ ബാറ്ററികൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് പെന്റഗണിനെ ഉലച്ചു കളഞ്ഞത്. ശത്രുവിന്റെ കണ്ണിൽ പെടാതെ ഒരു രാജ്യാന്തര ഉച്ചകോടിയുടെ സുരക്ഷാ വലയം ഭേദിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് അവരുടെ സൈനിക ഇന്റലിജൻസിന്റെ വൻ വിജയമാണ്. ഏതുതരം റേഡിയേഷൻ ഇലക്ട്രോണിക് ആക്രമണങ്ങളെയും ചെറുക്കാൻ ശേഷിയുള്ള ഒരു ജാമിംഗ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് എയർഫോഴ്സ് 1 ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വിമാനമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഹൈപ്പർസോണിക് അല്ലെങ്കിൽ ലോങ് റേഞ്ച് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ ഈ കോടികൾ വിലയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടേക്കാം എന്നാണ് US സൈനിക മേധാവികൾ സമ്മതിക്കേണ്ടി വന്നതും. സ്വന്തം ആകാശക്കോട്ടയിൽ പോലും പ്രസിഡന്റിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്ന US സീക്രട്ട് സർവീസിന്റെ തിരിച്ചറിവ് ഇറാന്റെ സൈനിക പ്രഹരശേഷിക്കുള്ള അംഗീകാരമായിട്ട് മാറിയിരിക്കുകയാണ്. വിമാനത്തിനകത്തുള്ള മാധ്യമ പ്രവർത്തകരോട് ജനലുകൾ പൂർണ്ണമായും അടച്ചിടാൻ ആവശ്യപ്പെട്ട വൈറ്റ് ഹൗസിന്റെ നടപടി അവർക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുണ്ടായിരുന്ന കടുത്ത അപകർഷ
നിഷ്പക്ഷത ബോധത്തെയാണ് കാണിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജീവനം കൊണ്ട് ഒളിച്ചോടുകയാണ് എന്ന വാർത്ത പുറത്തു വന്നാൽ അത് ആഗോളതലത്തിൽ തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന് കടുത്ത തിരിച്ചടിയാകുമെന്ന് വാഷിംഗ്ടൺ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഉള്ളിലുണ്ട് എന്ന വ്യാജ എയർഫോഴ്സ് വൺ വിമാനത്തെ ഒരു ഡെക്കോയ് അല്ലെങ്കിൽ ഇരയായി ആകാശത്തേക്ക് പറത്തിവിട്ട് സ്വന്തം ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും അമേരിക്ക പണയം വെച്ചത്. ജനങ്ങളുടെ $400 ലക്ഷം വരുന്ന നികുതി പണം ചെലവഴിച്ച് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ഇറാൻ എന്ന ഒരു ഒറ്റ രാജ്യത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഒളിച്ചോടേണ്ടി വന്നത് സെനറ്റിൽ വലിയ ആഭ്യന്തര തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഒരു വശത്ത് ഇറാന്റെ സൈനിക പ്രതിരോധം കൂടുതൽ ദൃഢമാകുമ്പോൾ മറുവശത്ത് ലോക പോലീസി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക സ്വന്തം ആകാശത്ത് പോലും ഭയന്ന് വിറയ്ക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ മരണ വാറണ്ട് മുഴങ്ങുകയാണ്. കാരണം ഇറാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഇറാൻ എന്നും നിലനിൽക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ പുറത്തുവിട്ട ഹിറ്റ് ലിസ്റ്റും അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ ഭയപ്പെടുത്തുന്നത്. ട്രംപും നെതന്യാഹു ഉൾപ്പെടെ 10-12ഓളം പേരുടെ പേരുകളാണ് അവിടെ ആ ഹിറ്റ് ലിസ്റ്റിൽ കൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ നീക്കങ്ങൾ എത്രത്തോളം ശക്തമാണെന്നാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ട്രംപിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഒളിച്ചോടുന്നത്.